തിരുവനന്തപുരം നെയ്യാറ്റിൻകര സ്വദേശി ഗോപന്റെ മരണത്തിൽ അസ്വാഭാവികത കണ്ടെത്താനാകാതെ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഗോപന് ഹൃദയധമനികളിൽ 75% ബ്ലോക്കും കരൾ വൃക്ക രോഗങ്ങളും ഉണ്ടായിരുന്നു. രാസപരിശോധനാ റിപ്പോർട്ട് പുറത്തു വന്നാലേ മരണകാരണം വ്യക്തമാകൂ എന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. നെയ്യാറ്റിൻകരയിലെ സമാധി വിവാദത്തിൽ ഗോപന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത്. ഗോപന് ഗുരുതരമായ നിരവധി അസുഖങ്ങളുണ്ടായിരുന്നു. ഹൃദയധമനികളിൽ 75%-ലധികം ബ്ലോക്കുകളുണ്ടായിരുന്നു. ലിവർ സിറോസിസും വൃക്കരോഗവും ഉണ്ടായിരുന്നു. കാലിൽ പഴക്കമുള്ള അൾസറും ഉണ്ടായിരുന്നു. മുഖത്തും മൂക്കിലും തലയിലുമായി 4 ചതവുകളും മുറിവും ഉണ്ടായിരുന്നു. എന്നാൽ ഈ മുറിവുകളും ചതവും മരണകാരണമായിട്ടില്ലെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. മരണകാരണത്തിൽ കൃത്യമായ നിഗമനത്തിൽ ഡോക്ടർമാർ എത്തിയിട്ടില്ല. ആന്തരിക അവയവങ്ങളുടെ സാമ്പിൾ രാസപരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഇവയുടെ രാസപരിശോധനാ ഫലം വന്നാലേ മരണകാരണം കൃത്യമായി നിർവചിക്കാനാകൂ എന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. ഗോപൻ മരിച്ച് 1 മാസം കഴിയുമ്പോഴാണ് റിപ്പോർട്ട് പുറത്തുവരുന്നത്. 24 തിരുവനന്തപുരം.